ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നിരവധിയായ സാഹചര്യങ്ങളിൽ തീർത്ഥാടനങ്ങൾ നടത്തുന്നവരാണ് നാം. ദൈവിക സാന്നിധ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള യാത്രകൾ. ഒരുപക്ഷെ ഇന്ന് കാര്യം കാണാനുള്ള യാത്രകളായി, ഭിക്ഷാടനങ്ങളായി തീർത്ഥാടനങ്ങൾ അധപ്പതിക്കുന്നുണ്ട്. എങ്കിലും തീർത്ഥാടനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവിക സാന്നിധ്യത്തിലേക്ക് ഒരു തിരികെപ്പോക്കാണ്. ഭൗതിക ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അരികിലേക്ക്, സമാധാനത്തിലേക്ക് ഒരു യാത്ര. അങ്ങനെ അനേകമിടങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ യാത്രകൾക്ക് ശേഷം ദൈവത്തെ കണ്ടുമുട്ടിയില്ല എന്ന പരിതാപത്തോടെ നാം മടങ്ങും. ഒരുപക്ഷെ അത് വ്യക്തമായി നാം പറയണമെന്നില്ല. എങ്കിലും കണ്ടുമുട്ടാത്തത് കൊണ്ടാവണം വീണ്ടും വീണ്ടും നാം ഈ യാത്രകൾ തുടരുന്നത്. വാസ്തവത്തിൽ ദൈവം നമ്മുടെ അരികിലുണ്ട്. വിശക്കുന്നവനായും, വേദനിക്കുന്നവനായും, കണ്ണീരൊഴുക്കുന്നവനായും, പീഡിപ്പിക്കപ്പെടുന്നവനായും, കിടക്കാൻ ഇടമില്ലാത്തവനായും ചുറ്റുവട്ടത്ത് ദൈവം ഇരിക്കുന്നത് കാണാതെ നാം അലയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവാനുഭവം ഉണ്ടാകുന്നില്ല. അവരിലേക്ക് കടന്നു നിൽക്കാനുള്ള കഴിവാണ് ദൈവാനുഭവം. ആത്മീയതയും അത് തന്നെ. എനിക്ക് എന്നിൽ നിന്ന് പുറത്തു കടന്ന് മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. അങ്ങനെ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ജീവിത സന്ദർഭങ്ങൾക്കകത്ത് നാം കണ്ടുമുട്ടുന്നവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. മുറിവേറ്റ ഓരോരുത്തരിലും അവനുണ്ട്. വിശക്കുന്ന ഓരോരുത്തരിലും അവനുണ്ട്. തലചായ്ക്കാൻ ഇടമില്ലാത്ത ഓരോരുത്തരിലും അവനുണ്ട്. തിരസ്കരിക്കപ്പെടുന്നവനിൽ, ഒറ്റിക്കൊടുക്കപ്പെടുന്നവനിൽ, ക്രൂശീകരിക്കപ്പെടുന്നവനിൽ. അപ്രകാരം അരികിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാതെ തീർത്ഥാടനങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ, ദൈവിക സാന്നിധ്യം അനുഭവിക്കാനുള്ള പാഴ്വേലകൾ യഥാർത്ഥത്തിൽ മൗഢ്യമാണ്. ആ പാഴ്വേലകളിൽ നിന്ന്, ഭിക്ഷാടനങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് തിരികെ നടക്കാം. തീർത്ഥാടനം ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു യാത്രയാണ്. വേദനിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ, അവനെ കണ്ടുമുട്ടാതെ, അവനിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാതെ തീർത്ഥാടനം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുകയില്ല. ആ ഒരു ഓർമ്മ നമ്മെ നിരന്തരം പിന്തുടരേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും, ജീവിതാനുഭവങ്ങൾക്കകത്തും ആ ഓർമ്മ നമ്മെ അസ്വസ്ഥപ്പെടുത്തണം. അപ്പോൾ മാത്രമേ തീർത്ഥാടനം ലക്ഷ്യം പ്രാപിക്കൂ. ജീവിതം ഒരു തീർത്ഥാടനമാകൂ.